മറ്റു വാർത്തകളിലേക്ക്. എറണാകുളം ജില്ലയിലെ സിൽവർ ലൈൻ സർവേ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്താൻ തീരുമാനം. അടുത്ത ബുധനാഴ്ച വരെ സർവേ ഉണ്ടാകില്ല. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇന്നും ആ പ്രദേശങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെത്തിയേക്കാം എന്ന് കരുതി അവിടെ ആളുകൾ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തീരുമാനം ഇന്നും സർവേ നടപടികൾ നടക്കും എന്നായിരുന്നല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്? പ്രതിഷേധം സംബന്ധിച്ചൊരു തീരുമാനമാകുന്നത് വരെ ഇനി നടത്തേണ്ടതില്ല എന്നാണോ ഇവരുടെ ഒരു നിലപാടിപ്പോൾ? തൽക്കാലത്തേക്ക് ഈ സർവേ നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കേരളയിൽ ഉദ്യോഗസ്ഥർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ശക്തമായിരുന്നു. അപ്പോഴാണ് പ്രത്യേകിച്ച് വണിയുള്ള സ്ഥലങ്ങളിലേക്ക് സർവേ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ നടപടികൾ തുടരും എന്നൊരു സൂചന തന്നെയായിരുന്നു നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തിരിക്കുന്ന, സർക്കാർ തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു കൂടിയാലോചനകളുടെ ഭാഗമായി എന്ന നിലയിൽ തന്നെയാണ് തൽക്കാലത്തേക്ക് സർവേ നടപടികൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇത്തരം പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. ഈ പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നതിനേക്കാൾ ഉപരി ജനങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ സർവേ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം, അത്തരത്തിലുള്ള ഒരു ആലോചനയിലേക്ക് CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും ഒക്കെ കടക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് DYFIയുടെ ജനസഭ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കേരയിൽ പദ്ധതി കേരളത്തിന് വേണം, അത് അനിവാര്യമാണ് എന്നൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ജനസഭ സംഘടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ CPM-ഉം ഈ സമരത്തിനെതിരെ ഈ കേരളയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം എത്തിക്കൊണ്ടുള്ള പ്രചരണം ശക്തമാക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ജനങ്ങളെ പ്രകോപിപ്പിക്കേണ്ട, ഇതിന്റെ ആവശ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനുശേഷം മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന നിലപാടിലേക്കാണ് വരുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെയും BJP-യുടെയും നേതൃത്വത്തിൽ ശക്തമായ സമരം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ചോറ്റാനിക്കരയിൽ നടന്ന സമരം ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കയറുമ്പോൾ ഒരു കല്ല് പോലും അവിടെ ഇടുന്നതിനോ അനുവദനീയമായ ഒരു സാഹചര്യമായിരുന്നില്ല. മാത്രമല്ല, ദിവസം ചെല്ലുന്തോറും കോൺഗ്രസ് പ്രവർത്തകരുടെയും സമരം അവിടുത്തെ ആളുകളുടെ എണ്ണം കൂടി വരികയും ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ സമരപ്പന്തൽ കെട്ടി അവിടെ ഒരു സ്ഥിരം വേദി എന്ന നിലയിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് BJP-യുടെ സമരപ്പന്തൽ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് ആളുകളെ പരമാവധി ബോധ്യപ്പെടുത്തി സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്ക് അടുത്ത ബുധനാഴ്ച വരെ എന്തായാലും സർവേ നടപടികൾ ഇനി ഉണ്ടാവില്ല എന്ന വിവരം തന്നെയാണ് കേരളയിൽ ഉദ്യോഗസ്ഥർ തന്നെ നമുക്ക് നൽകുന്നത്. ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്.